Hi guys, it's me, the Malu Banker. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എസ് ബി ഐ ക്ലർക്കിന് വേണ്ടിയിട്ട് എസ് ബി ഐ ക്ലർക്ക് ആൻഡ് പി ഒ രണ്ടിനും വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്ന കമൻസ് ആയിരുന്നു ഇംഗ്ലീഷ് സ്ട്രാറ്റജി, ഇംഗ്ലീഷ് എങ്ങനെയാണ് സ്ട്രോങ് ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചത്. സോ അങ്ങനെയാണ് ഇങ്ങനെ ഇംഗ്ലീഷിനെ സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് അതിന് മുൻപ് എസ് ബി ഐ ക്ലർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ആൻഡ് ഇത്തവണ ഉള്ളത് റെക്കോർഡ് ബ്രേക്ക് ആണ് എന്നാണ് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമുള്ളത്. എസ് ബി ഐ ക്ലർക്കിന് ഇത്തവണ റെക്കോർഡ് ഫോം ഫില്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. 20 ലാക്ക് അടുത്തുള്ള ഫോം ഫില്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 13,000 കഴിഞ്ഞ് അത്രയുമാണ് വേക്കൻസീസ് ഉള്ളത്. അതിൽ 20 ലാക്ക് ഫോംസ് ആണ് ഫില്ലായിട്ടുള്ളത്. അതിൽ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു സീറ്റിന് 144 അപ്രോക്സിമേറ്റ് ഒരു സീറ്റിന് വേണ്ടിയിട്ട് 154 ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് നോക്കണം, അത്രയും നല്ല ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം ആയിരിക്കും ഇത്തവണ എസ് ബി ഐക്ക് ഉള്ളത്. വേക്കൻസീസ് കൂടുതലാണ്, അതുകൊണ്ട് കട്ട് ഓഫ് കുറവായിരിക്കും, അങ്ങനെ പല പ്രഡിക്ഷൻസും നമ്മൾ നടത്തുമെങ്കിലും അതുപോലെയുള്ള കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ 20 ലാക്ക് സ്റ്റുഡൻസിനിടയിൽ ഈ 13,000 അകത്ത് ഈ 154 ഒരു സീറ്റിന് വേണ്ടി 154 ആൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താലാണ് ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് 76 മാർക്സ് കിട്ടി, അപ്പോൾ സാരമില്ല, എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് റെസ്റ്റ് ചെയ്യരുത്. അതാണ് പറഞ്ഞത്. 76 കിട്ടി, അപ്പോൾ എനിക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോവാം എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസും ഒക്കെ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് വേറെ പുതിയ ട്രെൻഡ്സ് വരാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതൊക്കെ മനസ്സിൽ വെച്ച് വേണം എസ് ബി ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഇത് പ്രീക്കും അതുപോലെ തന്നെ മെയിൻസിനും യൂസ് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് അല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഇതിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്താൽ മാത്രമേ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഇംഗ്ലീഷ് പാടാണ്, ഇംഗ്ലീഷിൽ മാർക്സ് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു വിഷയത്തിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇംഗ്ലീഷ് മെയിനായിട്ടും 3 കാര്യങ്ങളാണ് മെയിനായിട്ടുമുള്ളത്. ഒന്ന് ഗ്രാമർ, ദെൻ റീഡിങ് കോംപ്രഹെൻഷൻ, വൊക്കാബ്. അതിൽ ഏറ്റവും മേജർ പങ്ക്, മാർക്സിൻ്റെ ഏറ്റവും മേജർ പങ്ക് വഹിക്കുന്നത് ആർ സീസ് തന്നെയാണ്. സോ ആർ സീസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, മീൻസ് ഒരു കുറഞ്ഞ ടൈമിൽ എങ്ങനെ ആർ സി നല്ല രീതിയിൽ വായിച്ച് ആ വരുന്ന സബ് ക്വസ്റ്റ്യൻസിനെ ഒക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ആ മാർക്സ് അത്രയും മാർക്സ് ഒരുമിച്ച് മേടിക്കാൻ പറ്റും എന്നൊക്കെ ഓർക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആർ സി ചെയ്യണമെങ്കിൽ മെയിനായിട്ടും റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ആയിരിക്കണം. റീഡിങ് സ്കില്ല് നല്ല രീതിയിലുള്ള ഒരാൾക്കാണെങ്കിൽ ആർ സി ചെയ്യുമ്പോൾ അത്രയും ഒരു ഡിഫിക്കൽറ്റി വരികയില്ല. പെട്ടെന്ന് തന്നെ റീഡ് ചെയ്തും സ്കിം ചെയ്തും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പാസേജ് വായിച്ച് അതിൽ നിന്നുമുള്ള ആൻസേഴ്സ് കളക്ട് ചെയ്ത് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിങ് കമ്പൽസറി ആക്കുക എന്നുള്ളതാണ്. മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. റീഡിങ് എന്ത് ചെയ്യുക, ഒരിക്കലും നിർത്തരുത്. റീഡിങ് തന്നെ എന്ത് ചെയ്യുക, മുൻപോട്ട് കൊണ്ടുപോകണം. ബാക്കി ഒന്നും പഠിക്കാനോ വേറെ റൂൾസോ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, റീഡിങ് ഡെയിലി ചെയ്യുക. അപ്പോൾ ഇതുവരെ റീഡിങ് ചെയ്തിട്ടില്ല, അതിഷ്ടമില്ല, അങ്ങനെയുള്ള എഡിറ്റോറിയൽസ് വായിക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ അതിലോട്ടൊരു ഇൻട്രസ്റ്റ് വരുത്തണമല്ലോ. ആദ്യമേ കയറി എഡിറ്റോറിയൽ വായിക്കുമ്പോൾ, ബിക്കോസ് ചിലർക്കൊന്നും ന്യൂസസ് ഒന്നും വായിക്കുന്നു അത്രയും ഇഷ്ടമില്ലാത്തവർ കാണുമെങ്കിൽ അവർക്കൊക്കെ ആദ്യമേ വലിയ എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കുമ്പോൾ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. സോ മെയിനായിട്ടുള്ള കാര്യം
പോസിറ്റീവ് അപ്രോച്ചോട് കൂടി തന്നെ മുൻപോട്ട് വരിക. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് നെഗറ്റീവ്സേ വരികയുള്ളൂ എന്ന് ചിന്തിച്ചാൽ ഓക്കെ, അത് നമ്മൾ പിന്നെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ആ ഒരു മൈൻഡിൽ കിടക്കുന്ന കാര്യം പഠിച്ചിട്ട് കാര്യമില്ല, റോങ് വരും, എനിക്ക് ഇൻകറക്റ്റ് ആവും, നെഗറ്റീവ് വരും എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുമ്പോഴേ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, എന്നെക്കൊണ്ട് പറ്റും, എനിക്കറിയാം, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിയാമല്ലോ, അപ്പോൾ എനിക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പോസിറ്റീവ് അപ്രോച്ചോട് കൂടി തന്നെ വേണം. ഇംഗ്ലീഷ് അല്ല, ഏത് സബ്ജക്റ്റിനെയാണെങ്കിലും അറിയത്തില്ലാത്ത ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ. എനിക്കറിയാം, എനിക്കിത് പറ്റും എന്നുള്ള ആ ഒരു മൈൻഡിൽ വേണം എന്ത് ചെയ്യാൻ, അതിനെ അപ്രോച്ച് ചെയ്യാൻ. സോ ആദ്യം എന്ത് ചെയ്യുക, റീഡിങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. റീഡിങ്ങിൽ ആദ്യം ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിച്ച് തുടങ്ങാം. ജസ്റ്റ് എന്താണ്, ഒരു നിസ്സാരം ഒരു ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കോട്ട് കണ്ടെങ്കിൽ അതാണെങ്കിലും വായിച്ച് ശീലിച്ച് വരിക. ഓക്കെ, അങ്ങനെ മുൻപോട്ട് ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ പറ്റും. ഇതൊന്നും ഒറ്റ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻ്റ് അല്ല, ഇതെന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്രോസസ്സാണ്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയില്ല. ഓക്കെ, സോ എന്ത് ചെയ്യണം, ആദ്യം റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അവർ ആദ്യമേ ന്യൂസിലോട്ട് പോവേണ്ട, ആദ്യം ഷോർട്ട് സ്റ്റോറീസ് റീഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബുക്സ്, ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ ബുക്കുകളാണെങ്കിലും കാണും, അങ്ങനത്തെ സ്റ്റോറി ബുക്സ് ആണെങ്കിലും എന്ത് ചെയ്യുക, വായിച്ചു വരിക. ദെൻ എന്ത് ചെയ്യുക, ബുക്കുകൾ, വേറെ ബുക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെയുള്ള ബുക്സ് ഉണ്ട്. വായിച്ചാൽ നമ്മൾക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷുള്ള ബുക്സ്, അങ്ങനത്തെ ബുക്സ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ബുക്സ് ആയിട്ടില്ലെങ്കിൽ PDF ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്താൽ മതി, അത് യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഡിറ്റോറിയലിലോട്ട് വരിക. എഡിറ്റോറിയലിലോട്ട് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ബേർഡൻ കുറഞ്ഞതായിട്ട് തോന്നും. കുറച്ചൊക്കെ മനസ്സിലായി, ഇനി അപ്പോൾ ബാക്കി എനിക്ക് മനസ്സിലാവും എന്നുള്ള ആ ഒരു നമുക്ക് ആ ഒരു തോട്ട് മൈൻഡിൽ വരും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് എഡിറ്റോറിയലിലോട്ട് വരിക. എഡിറ്റോറിയലിൽ വരുമ്പോൾ ആദ്യം കുറച്ച് ഒരു നാൾ എന്ത് ചെയ്യുക, നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യമായിട്ട് തുടങ്ങുന്നത് കൊണ്ട്. ദെൻ എന്ത് ചെയ്യുക, ഗ്രാജുവലായിട്ട് തന്നെ എഡിറ്റോറിയൽ വായിച്ച് നോക്കാൻ ശ്രമിക്കുക. കാരണം എഡിറ്റോറിയൽ ഒരു വീഡിയോ ക്ലാസ്സസ് കാണുമ്പോൾ നമ്മുടെ എഫേർട്ട് വരുന്നത് കുറവാണ്. അവർ ക്ലാസ്സസ് പറയുന്നു, ക്ലാസ്സസ് വായിക്കുന്നു, അതിൻ്റെ മീനിങ്സ് പറയുന്നു, നമ്മൾക്കതിലൊരു എഫേർട്ടും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ. സോ എന്ത് ചെയ്യുക, എഡിറ്റോറിയൽ തന്നെ വായിച്ച് നോക്കുക. എഡിറ്റോറിയൽ ഓക്കെ, PDF സൈഡൊക്കെ അവൈലബിൾ ആണല്ലോ, അതൊക്കെ തന്നെ വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ അറിയത്തില്ലാത്ത വേർഡ്സ് കാണും, അത് മാർക്ക് ചെയ്യുക, അതിൻ്റെ മീനിങ്സ് കണ്ടു നോക്കുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള വൊക്കാബിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാകും. ഓക്കെ, വൊക്കാബ് ഒരിക്കലും എന്താണ്, ഡെയിലി ഒരു ന്യൂസ് കണ്ടു, അതിലൊരു 10 വൊക്കാബ് ഉണ്ട്, അത് കാണാതെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കാണുമ്പോൾ 20 വൊക്കാബ് കാണും, അത് കാണാതെ പഠിച്ചു, അങ്ങനെ ഒരിക്കലും പറ്റില്ല. കാരണം വൊക്കാബ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വൊക്കാബ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമേ വൊക്കാബ് പറ്റുകയുള്ളൂ, ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയില്ല. ഓക്കെ, കാരണം കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് മടുത്തു പോകും, ഡെയിലി വൊക്കാബ് എഴുതണം, പഠിക്കണം. അത് എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ഫോളോ ചെയ്തിട്ടുമില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, വൊക്കാബുകൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോൾ എഡിറ്റോറിയൽ വായിച്ചു, മീനിങ്സ് കണ്ടു, എന്ത് ചെയ്യുക, വൊക്കാബ് ആ ഒരു അറിയത്തില്ലാത്ത വേർഡ്സ് ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ, അതല്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, എങ്ങനെയെങ്കിലും കീപ്പ് ചെയ്യുക. ആ വേർഡ്സ് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ മെയിനായിട്ടും നമ്മൾ ഹിന്ദുവിനെ എന്തുകൊണ്ടാണ്, ദ ഹിന്ദു എഡിറ്റോറിയലിനെ തന്നെ എന്തുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം ഇടുന്ന പാനൽ മെമ്പേഴ്സും അവർ പ്രിഫർ ചെയ്യുന്നതും ഹിന്ദുവാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ന്യൂസിൽ വരുന്ന വേർഡ്സ് തന്നെ മേ ബി നെക്സ്റ്റ് ന്യൂസിൽ വരുമ്പോഴും ആ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ഈ ലോങ് റണ്ണിൽ ഡെയിലി ഈ എഡിറ്റോറിയൽസുമായിട്ടൊക്കെ ഫെമിലിയർ ആയിട്ട് എഡിറ്റോറിയൽ വായിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇന്നൊരു വേർഡ് കാണും, എക്സാസർബേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇന്ന് കാണുകയാണെങ്കിൽ, ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുന്ന ന്യൂസിൽ ഇതുപോലെ പിന്നെയും എക്സാസർബേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണുമ്പോൾ നമ്മൾ പിന്നെയും അത് വായിക്കും. ഓക്കെ,
അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിൽ അത് ഫീഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് വൊക്കാബ് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ അത്രയുമാണ്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ, എഡിറ്റോറിയൽ വായിക്കുമ്പോൾ രണ്ടാണ് കാര്യം ഗുണം കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ആകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൊക്കാബിൻ്റെ കാര്യത്തിലും ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ദെൻ തേർഡ് ആണ് ഗ്രാമർ. ഗ്രാമർ റൂൾസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30% എന്ന് പറയാം. ഫുൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30% ആണ് ഗ്രാമറിന് എന്തുള്ളൂ, ഒരു എഡ്ജ് ഉള്ളൂ. ഓക്കെ, ഗ്രാമർ റൂൾസ് പഠിക്കണം. ബിക്കോസ് 120 റൂൾസ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും. 120 റൂൾസ് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ്, അത് നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരു ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ യൂട്യൂബിൽ കണ്ടതാണ്, മൂർത്തീസ് ക്ലാസ്സസ് എന്നും പറഞ്ഞൊരു ക്ലാസ്. അത് ഫുൾ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അത് 120 റൂൾസ് അല്ല, 200 റൂൾസ് ആണ് ആ സാറിൻ്റെ ക്ലാസ്സസ്. അത് നല്ലൊരു ക്ലാസ് ആയിട്ട്, മീൻസ് ഞാൻ മൊത്തം കേട്ടൊന്നും നോക്കിയില്ല, അത് കണ്ടപ്പോൾ നല്ല അത്യാവശ്യം ഇംഗ്ലീഷ് തന്നെ ആയതുകൊണ്ട് ഹിന്ദി അല്ലാത്തത് കൊണ്ടും നോൺ ഹിന്ദി ആസ്പിറൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് മൂർത്തീസ് ക്ലാസ്സസ്. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അതും ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. സോ 120 റൂൾസ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ 120 റൂൾസ് ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനൊന്ന് ജസ്റ്റ് പഠിച്ചിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും എന്താണ് റീറ്റെയിൻ ചെയ്ത് പഠിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ 120 റൂൾസ് ഞാൻ അങ്ങനെ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ഓക്കെ, ടൈം ഉള്ളവർക്ക് അത് റിവൈസ് ചെയ്യാം. 120 റൂൾസ് റിവൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസും ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൂൾസ് തന്നെയായിരിക്കും ബാക്കിയുള്ള എറർ ഡിറ്റക്ഷനിലും ഒക്കെ വരുന്നത്. സോ അവർക്കത് ഹെൽപ്പ് ആവുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, 120 റൂൾസ് പഠിച്ചത് ബുക്കിലൊക്കെ നോട്ട്സ് എഴുതി വെക്കുന്നവർക്ക് അത് നല്ലൊരു കാര്യമാണ്. ഇടയ്ക്ക് സംശയം തോന്നുമ്പോൾ മറിച്ചൊക്കെ നോക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതാണെങ്കിൽ 120 റൂൾസിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷൻ്റെ വീഡിയോസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ ടെലിഗ്രാമിൽ ഫ്രീ PDFs അവൈലബിൾ ആണ്, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മെയിനായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെ ഒരു പ്രീ ലെവലിൽ മെയിൻസ് ലെവലിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. പ്രീയുടെ കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ എന്നുള്ളതേ ഉള്ളൂ. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിനും വരുന്നത്. സോ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഡെയിലി ബേസിസിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ, ഐ മീൻ ഇംഗ്ലീഷിന് നല്ല നെഗറ്റീവ്സ് വരുന്നു, അങ്ങനെ ഒരാളാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാം. ദെൻ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റീഡിങ് തന്നെ ചെയ്യുക. ഒരു ആദ്യമൊക്കെ ഒരു 10 മിനിറ്റൊക്കെ എന്ത് ചെയ്യുക, റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദെൻ ബുക്സ് ആണ് വായിക്കുന്നതെങ്കിൽ അങ്ങനെ. ഓക്കെ, ദെൻ എഡിറ്റോറിയൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, മീനിങ്സ് മനസ്സിലാക്കുക, വൊക്കാബ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതാണ് ഡെയിലി ചെയ്യണം. പിന്നെ ഗ്രാമർ റൂൾസ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഓക്കെ, ഗ്രാമർ റൂൾസ് അറിയില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 5 to 10 റൂൾസ് വെച്ചിട്ട് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് കണ്ടു നോക്കുക. അതല്ല ഇനി ടൈം ഇല്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, എറർ ഡിറ്റക്ഷൻ്റെ വീഡിയോസ് കണ്ടാലും മതി. ഓക്കെ, എറർ ഡിറ്റക്ഷൻ്റെ വീഡിയോസ് കാണുക. ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും എറർ ഡിറ്റക്ഷൻ്റെ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫില്ലേഴ്സ്, ക്ലോസ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ബാക്കിയും എക്സാംസിന് വരുന്നത്. അതൊക്കെ ഈ റീഡിങ്ങിലൂടും അതുപോലെ തന്നെ ഗ്രാമർ റൂൾസ് പഠിക്കുന്നത് കൊണ്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ആർ സി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. ഒരു ആദ്യം ഒക്കെ ഒരു 2 സെറ്റ് ആർ സി പ്രാക്ടീസ് ചെയ്യുക. 2 സെറ്റാണ്, 2 റീഡിങ് കോംപ്രഹെൻഷൻ, സബ് ക്വസ്റ്റ്യൻസ് വേറെ, അല്ലാണ്ട് 2 ആർ സി. അത് ചെയ്യേണ്ടത് രണ്ടെണ്ണം പ്രീ ലെവലും ഒരെണ്ണം മെയിൻസ് ലെവലും ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 സെറ്റ് ആർ സിയിൽ 2 മീൻസ് ടോട്ടൽ അപ്പോൾ 3 ആർ സി പ്രാക്ടീസ് ചെയ്യണം. 2 സെറ്റ് പ്രീ ലെവലും ഒരെണ്ണം മെയിൻസ് ലെവലും. ഓക്കെ, അപ്പോൾ മെയിൻസ് ലെവലാകുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവലുള്ള ആർ സിസ് ആയിരിക്കും വരുന്നത്. ലെവൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യുക. ഒരു സെറ്റ് മെയിൻസ് ലെവലും ഒരു സെറ്റ് എന്ത് ചെയ്യുക, പ്രീ ലെവലും, 2 സെറ്റ് പ്രീ ലെവലും ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ടോപ്പിക് ടെസ്റ്റോ അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റോ. ടോപ്പിക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. സെക്ഷണൽ ടെസ്റ്റ് ഇപ്പോൾ ഗൈഡ്ലി ഒക്കെ ഉള്ളവർക്ക് സെക്ഷണൽ ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലും സെക്ഷണൽ ടെസ്റ്റ് അവൈലബിൾ ആണ്.
സോ എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ഇത്രയും ഒരു 1 വീക്ക് ഫോളോ ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതും 1 വീക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. മാറ്റം വരുന്നുണ്ടോ? മാറ്റം ഉറപ്പായിട്ടും വരും. അത് പ്രാക്ടീസ് ചെയ്ത് എനിക്കും വർക്കായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ മാറ്റം വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കും മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലീഷിന് നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് എത്ര ഇഫക്റ്റീവായി എന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. ഇത് ഇഫക്റ്റീവായി കാണും, മീൻസ് ഇത് ഹെൽപ്പായി കാണും. ഒത്തിരി പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പലർക്കും, കാരണം മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷിനും കറണ്ട് അഫയേഴ്സിനും നല്ല മാർക്സ് സ്കോർ ചെയ്യുകയാണെങ്കിൽ ആ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് ഇംഗ്ലീഷിനെ വീക്ക് ആണെന്ന് കരുതി, മീൻസ് SBA ആകുമ്പോൾ സെക്ഷണൽ കട്ട് ഓഫും ഇല്ല. സോ അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഒരിക്കലും തള്ളിക്കളയരുത്. ഇംഗ്ലീഷിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം മുൻപോട്ട് പോകാൻ. സോ അത്രയും ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.